ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ മാസം 31-ാം തീയതി ഏതാണ്ട് 5 മാസക്കാലം ഉച്ച രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പിന്നീട് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കും. ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യാഴം പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ്. മകരക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ ഉച്ചരാശി സ്ഥിതി മൂലം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലം ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ അത്ര അനുകൂലമല്ല. എന്നാൽ 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഈ കൂറുകാർക്ക് ചെയ്യുന്നതല്ല. നേരെ മറിച്ച് ധാരാളം ശുഭഫലങ്ങൾ ഇവർക്ക് ഈ വ്യാഴം നൽകുന്നതാണ്. പുത്രകാരകനും ധനകാരകനുമാണ് വ്യാഴം. കൂടാതെ സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, പുത്രൻ, കീർത്തി, ചൈതന്യം, സൽപ്രവൃത്തി, ശരീരസുഖം, ശ്രേഷ്ഠത, സുഖ സൗഭാഗ്യങ്ങൾ, ദയ, ദൈവഭക്തി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. വ്യാഴം ബലവാനായാൽ ഇത്തരം സാത്വിക ഗുണങ്ങളൊക്കെ അനുകൂലമായി അനുഭവപ്പെടുന്നതാണ്. 7-ാം ഭാവം വിവാഹ ഭാവമാണ്, ദാമ്പത്യ ഭാവമാണ്. പാർട്ണർഷിപ്പ്, വ്യവസായം, ഗമനാഗമനം ഇതൊക്കെ 7-ാം ഭാവം കൊണ്ടാണ് സാധാരണ ചിന്തിക്കുന്നത്. 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം മകരക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകും. ദാമ്പത്യപരമായ ഉയർച്ച ഈ കൂറുകാർക്ക് നിശ്ചയമായും അനുഭവപ്പെടുന്നതാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അതെല്ലാം പരിഹരിച്ച് ഉത്തമ ദമ്പതിമാരായി ജീവിക്കുന്നതിനുള്ള അവസരം ഉച്ചസ്ഥനായ വ്യാഴത്തെ കൊണ്ട് ലഭിക്കുന്നതാണ്. വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിവാഹം നടത്താൻ സാധിക്കാതെ വന്നവർക്ക് വളരെ വേഗത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹം നടത്തുവാൻ അവസരം ലഭിക്കും. അതുപോലെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ബന്ധം വേർപെട്ട് നിൽക്കുന്ന ദമ്പതിമാർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിനും ഉച്ചസ്ഥനായ വ്യാഴം സഹായിക്കും. പ്രണയബദ്ധരായ യുവതി യുവാക്കൾക്കും വിവാഹം നടത്തുവാൻ അനുകൂലമായ സമയമാണ്. ഭാര്യാസുഖവും ഭർത്തൃസുഖവും ദമ്പതിമാർക്ക് കൂടുതലായി അനുഭവപ്പെടും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൂടുതലായി ലാഭം ഈ 5 മാസക്കാലത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. പാർട്ണർഷിപ്പ് വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭം കൈവരും. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുടുംബപരമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് ആ സ്വത്തുക്കൾ താമസം കൂടാതെ തന്നെ ലഭിക്കുന്നതാണ്. ഉദ്യോഗ സംബന്ധമായോ മറ്റോ ദീർഘമായി സഞ്ചാരം ചെയ്ത് ക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് സഞ്ചാര ക്ലേശം അവസാനിപ്പിച്ച് സുഖകരമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വളരെ ദൂരത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും വീടിന് അടുത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ കർമ്മരംഗത്ത് നഷ്ടങ്ങൾ സഹിച്ചു വന്നിരുന്നവർക്ക് നഷ്ടങ്ങളൊക്കെ അവസാനിച്ച് കൂടുതൽ ലാഭം നേടുവാനുള്ള അവസരം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കൈവരുന്നതാണ്. ഗൃഹോപകരണങ്ങൾ ധാരാളമായി വാങ്ങുവാനും അത് ഉപയോഗിക്കുവാനുള്ള അവസരമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും. വളരെ കാലമായി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് വാഹനം വാങ്ങുന്നതിനുള്ള അവസരം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയ നഷ്ട വസ്തുക്കളൊക്കെ അപ്രതീക്ഷിതമായി ഈ കൂറിൽപ്പെട്ടവർക്ക് തിരികെ ലഭിക്കും. 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിലേക്കും 3-ലേക്കും 11-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വ്യാഴത്തിന്റെ ദൃഷ്ടി
ഈ ഭാവങ്ങൾക്ക് കൂടുതൽ പുഷ്ടി പകരുന്നതാണ്. 11-ാം ഭാവം ലാഭസ്ഥാനമാണ്. സർവാഭീഷ്ടങ്ങളും ലഭിക്കുവാൻ 11-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായിക്കും. സാമ്പത്തികമായ നേട്ടത്തിനുൾപ്പെടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഇവർക്ക് അനുഭവപ്പെടും. വീട്, ഭൂമി, വാഹനം ഇതൊക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായ സമയമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ഈ കൂറുകാർക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും അതുപോലെ അധികം താമസിയാതെ തന്നെ ഒരു ജോലി സ്വന്തമാക്കുവാനും അവസരമുണ്ടാകും. കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള പുരോഗതി അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങൾ ജീവിതത്തിൽ തുടങ്ങുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും ഈ കൂറുകാർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി വലിയ പുരോഗതി ഇവർക്ക് അനുഭവപ്പെടും. ശാരീരികമായും മാനസികമായും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വിട്ടുമാറി വലിയ സന്തോഷവും ഉന്മേഷവും ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾ കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും. പുതിയ ബന്ധുക്കളെ ലഭിക്കുകയും ഇതുവരെ കാര്യമായി അടുപ്പം കാണിക്കാതിരുന്ന ബന്ധുക്കളുമായി കൂടുതൽ അടുക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കും. ഏത് കാര്യവും ഏറ്റെടുക്കുന്നതിനുള്ള ധൈര്യവും വീര്യവും ഇവർക്ക് ലഭിക്കുകയും ഏത് വിധേനയും ഏറ്റെടുക്കുന്ന ദൗത്യം വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. വർദ്ധിച്ച ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. ലഗ്നഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഈ കൂറിൽപ്പെട്ടവർക്ക് കൂടുതൽ കീർത്തിയും പ്രശസ്തിയും വന്നു ചേരും. ചികിത്സകൾ നടത്തി വന്നിരുന്നവർക്ക് ചികിത്സകൾ അവസാനിപ്പിച്ച് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന 5 മാസക്കാലം കൊണ്ട് ജീവിതത്തിൽ അഭൂതപൂർവമായ ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.